എല്ലാ ഒരുക്കങ്ങളും ചെയ്യുവാനാ. ഫാത്തിമ ബീവിയെ പോലെ, ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ പോലെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ മരിക്കണ സമയത്ത് പോലും പറഞ്ഞല്ലോ ഫാത്തിമ, അവിടെ ഇന്നതുപോലെ ഒരു സാധനമുണ്ട്, അതെടുത്തു കൊണ്ടുവാ, ഞാൻ ഇവിടെ നിന്ന് മരിക്കാൻ പോവാൻ, അതൊന്ന് സ്വതക്ക ചെയ്തേക്ക്. എന്തിനു വേണ്ടിയാ? നാളത്തേക്ക് വേണ്ടിയാ. അള്ളാന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞെങ്കിലോ നമ്മൾ എത്രയാ കൊടുക്കേണ്ടത്? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാ. അവസാനമേ ചോദിക്കൂ, അവസാനം ചോദിക്കും എന്നുള്ള പേടിയുണ്ട്, ഓടിക്കളയണ്ട. ഇത്രയും നേരം നിങ്ങളോട് ഇരുന്നു, അവസാനം ഏതായാലും ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ മൂപ്പര് അവസാനിപ്പിക്കാറായിട്ട് നമുക്കറിയാലോ, സാധാരണ അങ്ങനെയാണല്ലോ, അവസാനിപ്പിക്കാറായിട്ടും ചില ആളുകൾക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. അവരെ പതുക്കെ ബിസ്മില്ല മൊബൈലൊക്കെ എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഒറ്റ പോക്ക അല്ലേ? അത് വേണ്ട, നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഇരുന്ന് തന്നാൽ മതി. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒന്ന് ഇൻഷാ അല്ലാഹ് ചിന്തിക്കണം സ്വതക്ക നാളത്തേക്ക് വേണ്ടി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഉബൈദേ സ്വതക്കയാണ് അവിടത്തേക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടുന്നത്, പാവങ്ങളെ സഹായിക്കേണ്ടുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ വീടിന്റെ കത്തട്ടിലുള്ള നമ്മുടെ പൊന്നുമക്കള് 100 പവന്റെ 50 പവന്റെ പണ്ടമിട്ടുകൊണ്ടൊരു ചലിക്കുന്ന ജുവല്ലറിയായി നമ്മുടെ മക്കള് ഒഴുകി പോകുമ്പോ ഒരു സ്വർണത്തിന്റെ ഒരു മോതിരം പോലും കയ്യിലില്ലാതെ, അല്ലാഹുവേ അതിൽ നിന്ന് ഒരെണ്ണം എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ പാവപ്പെട്ട പൊന്നുമക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് തന്നെ അറിയാലോ, എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ സമയമായി, പക്ഷേ നിവർത്തിയില്ലാത്തതിന്റെ പേരിൽ കഴിയുകയാ. അത് മാറ്റാൻ ഈ സദസ്സുകൾ, ഇതുപോലെയുള്ള വേദികള് ഉപയോഗപ്പെടുത്തണം എന്റെ പെങ്ങളെ. അൽഹംദുലില്ലാഹ്, എന്റെ മക്കൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്, എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നുമോളെ വിവാഹം ശരിയാകണം, എന്റെ ഭർത്താവിന് രോഗമില്ലാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരുടെ ഉമ്മമാര് മനസ്സറിഞ്ഞിട്ട് ഈ സദസ്സിന്റെ അവസാനം അവിടെ നിന്ന് കൊടുത്തു വിട്ടാൽ അൽഹംദുലില്ലാഹ്, ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കാന ആളുകളുണ്ട്. ഇവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മനസ്സ് പൊട്ടിയിട്ട് ദുആ ചെയ്യുന്നതാ. എന്റെ ദുആക്ക് ഇവിടെ പവറില്ലെങ്കിലും ഇവിടെ ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്ന് സ്വതക്കയാണ്. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, നാളത്തേക്ക് വേണ്ടി സമ്പാദിക്കുന്ന ഒന്ന് റിളൽ വാലിദൈൻ, ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തമാണ്, ബാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമാണ് നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിൽ തൊട്ടിട്ട് പറയാൻ പറ്റുമോ, ഉസ്താദേ എനിക്ക് എന്റെ ബാപ്പയുടെ പൊരുത്തമുണ്ട്, എനിക്ക് എന്റെ ഉമ്മയുടെ പൊരുത്തമുണ്ട് എന്ന് മനസ്സ് പൊട്ടിയിട്ട് പറയാൻ പറ്റുമോ? പുണ്യ നബിയുടെ വാക്കാണ്, ഉബൈദേ നാളത്തേക്ക് വേണ്ടി ഉമ്മാന്റെ പൊരുത്തം നീ ചോദിക്കണേ. നാളെ മരിച്ചാൽ അവരുടെ പൊരുത്തം നിനക്ക് വേണോ? എത്രത്തോളം നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര നോമ്പെടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര സ്വതക്ക ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പൊരുത്തമാ നമുക്ക് വേണ്ടുന്നത്, അത് ഒരുക്കണം ഉബൈദേ എന്നവിടെന്ന് പറഞ്ഞു പോയിട്ട് പറയാണ്, ഉബൈദേ അവരെ വെറുപ്പിച്ച് കഴിഞ്ഞ, അവരെ കളിയാക്കി കഴിഞ്ഞ അതിനുള്ള ശിക്ഷയും അല്ലാഹു ഉടൻ നിനക്ക് തരും ഉബൈദേ. ഇന്നല്ലാഹ യുഅജ്ജിലു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി ഖബ്ലൽ മമാത്. ഉമ്മാനെ ബാപ്പാനെ മക്കള് വെറുപ്പിച്ചു പോയാൽ 60 വയസ്സുള്ള മക്കളാകട്ടെ, 70 വയസ്സുള്ള മക്കളാകട്ടെ, എത്ര വയസ്സെന്ന ഉമ്മയാണ് വീടിന്റെ ഉള്ളിലുള്ളത്, എത്ര വയസ്സുകൾ ചെന്ന ബാപ്പയാണ് വീടിന്റെ ഉള്ളിലുള്ളത്. അവരെ കാണാതെ കടന്നു പോയാൽ, അവരെ നോക്കാതെ കടന്നു പോയാൽ അല്ലാഹുവിന്റെ പരീക്ഷണം വന്ന് ചേരുകയാണ്. അവരെ വെറുപ്പിച്ചാലോ ഉടൻ തന്നെ ഖിയാമത്ത് നാൾ വരെ പിന്തിപ്പിക്കാതെ അല്ലാഹു അതിന്റെ ശിക്ഷ ഉടൻ ജീവിതത്തിൽ തരുന്നതാ. ഒരു ദിവസം ഇന്നിപ്പോൾ എന്നെ ഇവിടെ പ്രഭാഷണത്തിന് കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയിട്ട് പ്രഭാഷണത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. ഒരു വാഹനം നമ്മുടെ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അവനിക്ക് അത്യാവശ്യമുള്ളവനാണ്, അവൻ കയറിപ്പോക്കോട്ടെ. അവനിക്ക് നമ്മൾ സൈഡ് കൊടുത്തു. അവന്റെ വാഹനം വന്ന് നമ്മുടെ വാഹനത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ മുമ്പിലേക്കൊന്ന് കൊണ്ടു നിർത്തി
നിർത്തി. അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ്. വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ വാഹനത്തിന്റെ ഉള്ളിലുണ്ട്, ഒരു ചെറുപ്പക്കാരൻ വാഹനത്തിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഉസ്താദേ അവനിക്ക് നിങ്ങളുമായി സംസാരിക്കണമെന്ന് കൊതിയുണ്ട്. ഞാൻ പറഞ്ഞു കടന്നു വരാൻ പറയുക. ആ ചെറുപ്പക്കാരൻ കടന്നു വന്നു. അവൻ പറയാൻ തുടങ്ങുന്നവന്റെ ഉമ്മയെ കുറിച്ചാണ്. ഞാൻ ചോദിച്ചു, മോനെ എവിടത്തേക്കാണ് നീ കടന്നു പോകുന്നത് ഉസ്താദേ? ഇന്നത്തെ നിങ്ങളുടെ വിഷയം ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് എന്നുള്ള വിഷയമാണല്ലോ. അത് കേൾക്കാ കടന്നു വന്നതാണ് ഉസ്താദേ. എനിക്ക് പറയാനുള്ളത് എന്റെ ഉമ്മയെ കുറിച്ചാണ്. ഒരു 5 മിനിറ്റ് സമയം എനിക്ക് തരുമോ? ആ ചെറുപ്പക്കാരൻ പറയാൻ തുടങ്ങി, ഉസ്താദേ എന്റെ ബാപ്പ ലോകത്തുനിന്ന് മരിച്ചുപോയി. പിന്നെ എന്നെ നോക്കിയതൊക്കെ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, എന്റെ ഉമ്മയാണ്. അങ്ങനെ ഉമ്മ എന്നെ വളർത്തുകയാണ്, വളർത്തി എന്നെ വലുതാക്കി, എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ എവിടെ പോയാലും എന്റെ ഉമ്മയില്ലാത്തൊരു സമയം എനിക്കില്ല. കല്യാണം കഴിഞ്ഞു 4 കൊല്ലം കഴിഞ്ഞു. ഇന്നേ വരേക്ക് എന്റെ ഉമ്മയെ ഞാൻ എവിടെയും കൊണ്ടുപോയിട്ടില്ല. എന്റെ ബാപ്പ എന്റെ ഉമ്മയെ നിക്കാഹ് ചെയ്തിട്ട് 10-12 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു മകനാകുന്ന എന്നെ അല്ലാഹുവർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് ഒരുപാട് വയസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കണ്ണ് നിറയുകയാണ്. ഉസ്താദേ ഒരു ദിവസം കറണ്ട് പോയ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ടോയ്ലറ്റിലേക്കൊന്ന് പോകാ. അവിടെ എഴുന്നേൽക്കുകയാണ്. വയസ്സായ ഉമ്മയല്ലേ, 2 കാലുകളും അവിടെ നിന്ന് ചെറുക്കിയിട്ട് തട്ടിയടിച്ച് വീണിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്ന് മറിഞ്ഞു വീണ് 2 കാലുകളും മുടിയുകയാണ്. എന്റെ ഉമ്മ പിന്നെ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ടാ മലമൂത്ര വിസർജനം നടത്തുക. കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ടാണ് എല്ലാം ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പറഞ്ഞു, ഇക്കാ ഒന്നുകിൽ നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ മക്കളും, ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ പറ്റൂ എന്നോട് പറഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ചു പോയി എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ ഒഴിവാക്കാൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ ഒഴിവാക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. സുബ്ഹാന റബ്ബി, എന്റെ ഉമ്മയോട് ചെന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മ എന്റെ പൊന്നുമ്മ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. ഉസ്താദേ എന്റെ ഉമ്മയുടെ മനസ്സങ്ങോട്ട് സന്തോഷിക്കുകയാ. എന്റെ ഉമ്മ കരയാൻ തുടങ്ങി, എന്റെ ഉമ്മ കരയാൻ തുടങ്ങി. മനസ്സ് പൊട്ടിയിട്ട് പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്ന് കരയുകയാണ്. എന്തിനാണ് കരയുന്നത് എന്നറിയോ? അല്ലാഹുവേ 4 കൊല്ലമായിട്ട് എന്റെ പൊന്നുമകൻ എന്നെ എവിടെയും കൊണ്ടുപോയിട്ടില്ല, ഇന്നവൻ എന്നെ കൊണ്ടുപോവുകയാണ് എന്ന് ഓർത്തുകൊണ്ട് മനസ്സ് പൊട്ടിയിട്ട് കരയുമ്പോ എന്റെ ഉമ്മ എന്നോട് പറയുന്നു, മോനെ എനിക്ക് സന്തോഷമായി മോനെ, എനിക്ക് സന്തോഷമായി മോനെ. എന്റെ ഉമ്മയെ കൂട്ടിയിട്ട് കടന്നു പോവുകയാണ്. എന്റെ ഉമ്മാനെ ഒരു കെട്ടിടത്തിന്റെ ചാരത്തേക്ക് ഞാൻ കൊണ്ടു നിർത്തിയിട്ട് എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇന്ന് മുതൽ എന്റെ ഉമ്മ താമസിക്കുന്നത് ഇവിടെയാണ്. എന്റെ ഉമ്മക്ക് വേണ്ടുന്നതല്ല ഇവിടെ ഉണ്ടുമ്മ. എഴുതാനും വായിക്കാനും അറിയാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ ചോദിച്ചു, മോനെ സ്ഥലമേതാട്, സ്ഥലമേതാട്? അവിടെ പറഞ്ഞു, ഉമ്മ ഇതിന്റെ പേരാണ് വൃദ്ധസദനം. എന്റെ ഉമ്മക്ക് വേണ്ടി, എന്റെ ഉമ്മയെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എന്റെ ഉമ്മാന്റെ ഖൽബ് പൊട്ടുകയാണ്. എന്റെ ഉമ്മാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്റെ ഉമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. പൊന്നുമകനാവുന്ന എന്റെ കയ്യിലേക്ക് എന്റെ ഉമ്മ വന്ന് കടന്നു പിടിക്കുകയാണ്. എന്റെ ഉമ്മാന്റെ കരങ്ങളിൽ നിന്ന് എന്റെ കയ്യെ ഞാൻ മെല്ലെ അങ്ങ് വലിച്ചെടുക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് വാഹനമെടുത്തുകൊണ്ട് പിരിഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോ വയസ്സായ ഉമ്മ, ശരീരങ്ങൾ ചുക്കിച്ചൊളഞ്ഞു പോയ ഉമ്മ വടിയം പിടിച്ചുകൊണ്ട് കൂനി കൂനി അങ്ങോട്ട് നടക്കുകയാണ്. ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കാതെ ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുകയാ. അവസാനം ഒരൊറ്റ നോക്ക് നോക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്. എന്റെ ഉമ്മാന്റെ ഭാഗത്തേക്ക് എന്റെ മുഖം ഒന്ന് തിരിച്ചപ്പോ അല്ലാഹുവേ, എന്റെ ഉമ്മ കരയുന്ന കണ്ണുകളോട് ഈ
പൊന്നുമകനാകുന്ന എന്നെ നോക്കുകയാണ്. എന്നിട്ട് എന്റെ ഉമ്മ ചിരിക്കുകയാണ്. എന്റെ ഉമ്മ എന്നോട് കൈകൊണ്ട് പൊക്കോളാൻ പറയുകയാ. എന്തിനാണ് ഉമ്മ അങ്ങനെ പറയുന്നത്? എന്റെ മകനിക്ക് വിഷമം വരാതിരിക്കാനാണ്, എന്റെ മകനിക്ക് നൊമ്പരം വരാതിരിക്കാനാണ്, എന്റെ മകനിക്ക് കഷ്ടപ്പാട് വരാതിരിക്കാനാണ് എന്നെനിക്ക് മനസ്സിലായി ഉസ്താദേ. എന്റെ മക്കളും എന്റെ ഭാര്യയും എന്റെ ജീവനാണ്. അങ്ങനെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. ഒരു മാസവും 7 ദിവസവും കഴിഞ്ഞു പോയി. വാഹനത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. എതിർദിശയിലൂടെ കടന്നു വന്ന ഒരു വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് എന്റെ വാഹനം തകിടുപൊടിയായി ഉസ്താദേ. എന്റെ 2 കാലുകളും മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടറിന്റെ ഉത്തരവും കടന്നു വന്നു. എന്റെ 2 കാലുകളും മുറിച്ചു മാറ്റി എന്റെ വീട്ടിന്റെ ഉള്ളിൽ എന്റെ ഭാര്യയാണ് എന്റെ കാര്യങ്ങൾ നോക്കുക. കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഞാൻ മലമൂത്ര വിസർജനം നടത്തുകയാണ്. അങ്ങനെ മലമൂത്ര വിസർജനം ഞാൻ നടത്തുമ്പോഴോ എന്റെ ഭാര്യ അവിടെ നിന്ന് വല്ലാതെ വിഷമിച്ചു പോയി. അല്ലാഹുവേ, എന്റെ അടുക്കലേക്കൊന്ന് കടന്നു വന്നിട്ട് പറയാണ്, ഇനി നിങ്ങൾ എനിക്ക് വേണ്ട. 2 കാലുകളില്ലാത്ത നിങ്ങളെ ഇനി ആർക്കാണ് കൊണ്ടു നടക്കാൻ കഴിയുക എന്ന് പറഞ്ഞിട്ട് എന്റെ അരുമ സന്താനങ്ങളെയും പിടിച്ചിട്ട് എന്റെ പെണ്ണ് പോയി ഉസ്താദ്. അയൽവക്കത്തുള്ള ഒരു ചെറുപ്പക്കാരന്റെ സഹായത്തോടെയാ എന്റെ മലവും എന്റെ മൂത്രവും ഒക്കെ വാരിക്കളയുന്നത്. അങ്ങനെ ഞാൻ വേദന കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ കിടക്കുകയാണ്. ഒരു ദിവസം സുബഹി നിസ്കാരത്തിന്റെ സമയമായി. എന്റെ വീടിന്റെ വാതിലിൽ ആരോ മുട്ടുകയാ. ആര് വാതിൽ മുട്ടിയാലും എനിക്ക് എഴുന്നേൽക്കാൻ കഴിയൂല. അങ്ങനെ എന്റെ കൂട്ടുകാരൻ സുബഹിക്ക് കടന്നു വന്നിട്ട് അവൻ വാതിൽ തുറക്കുമ്പോഴോ സുബ്ഹാന റബ്ബി, വടിയും പിടിച്ചുകൊണ്ട് കടന്നു വരുന്നതാരാട്? എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമായ എന്റെ പൊന്നുമ്മയാ. കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയപ്പോ ഉമ്മയെ ഒഴിവാക്കണമെന്ന് എന്റെ ഭാര്യ പറഞ്ഞപ്പോ ഞാൻ ഒഴിവാക്കി. എന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് വരികയാണ്. വന്നിട്ട് ഉമ്മാന്റെ കുട്ടിയുടെ കാലെവിടെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് പൊട്ടിയിട്ട് എന്റെ ഉമ്മ കരയുകയാണ്. അന്ന് മുതൽ എന്റെ ഉമ്മ വിറക്കുന്ന കരങ്ങളോടെ, വിറക്കുന്ന പാദങ്ങളോടെ, വിറക്കുന്ന ശരീരങ്ങളോടെ, ചുക്കിച്ചുളിഞ്ഞ ശരീരങ്ങളോടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ മരം വാരാറുണ്ട്. എന്റെ മൂത്രമൊക്കെ അവരാണ് വാരിക്കളയുന്നത്. എന്നിട്ട് ശരീരത്ത് മുഴുവനും പറ്റിയിരിക്കും അഴുക്കുകളൊക്കെ എന്റെ ഉമ്മ വിറക്കുന്ന കരങ്ങളോട് അതിനെ കഴുകി അങ്ങോട്ട് വൃത്തിയാക്കാറുണ്ടേ. അങ്ങനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കൂ ഉസ്താദേ. രാത്രി 2:30 മണി സമയമാകുമ്പോ എനിക്ക് വേദനക്കൊരു ഗുളിക എനിക്കൊന്ന് കഴിക്കാനുണ്ട്. ഇല്ലെങ്കിലോ നേരം വെളുത്തെഴുന്നേറ്റാൽ കാല് വേദന കൊണ്ട് പുടയുകയാണ്. അങ്ങനെ ഞാൻ കിടക്കുമ്പോ രാത്രി 2:30 മണിയാകുമ്പോ ഉറങ്ങാതിരിക്കുന്ന എന്റെ ഉമ്മ എന്നെ വിളിക്കുകയാണ്, മോനെ ഈ ഗുളിക എന്റെ പൊന്നുമോനൊന്ന് കഴിക്കുവോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ട് തരികയാണ്. ആ ഉമ്മാനെയാണ് ഞാൻ വെറുപ്പിച്ചു പോയത്. അതുകൊണ്ട് ഉസ്താദേ, എന്റെ ഉമ്മക്ക് വേണ്ടി ദ്വാരക്കുവോ, എന്റെ വാപ്പക്ക് വേണ്ടി ദ്വാരക്കുവോ എന്ന് മനസ്സ് പൊട്ടി പറഞ്ഞു പോയെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, ഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി ഖബ്ലൽ മമാത്. പാപ്പാനെ വെറുപ്പിച്ചു പോയാ, ഉമ്മാനെ വെറുപ്പിച്ചു പോയാൽ അതിന്റെ ശിക്ഷ അല്ലാഹു മാറ്റിവെക്കൂല. അല്ലാഹു അതിനുള്ള ശിക്ഷ ഉടൻ തന്നെ തരുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സദസ്സ് വിരിയുമ്പോ പടച്ചവനെ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കിട്ടിയിട്ട് ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കണം. അല്ലാഹുവേ, പലരുടെയും ബാപ്പയില്ലല്ലോ, പലരുടെയും ഉമ്മയില്ലല്ലോ. ഖബറിന്റെ ഉള്ളിന്റെ ഉള്ളറകളിലാണ് പേടിക്കണ്ട. അവരതാ നമ്മുടെ ഈ സദസ്സിലേക്ക് അവര് നോക്കുന്നുണ്ട്. നമ്മളിലേക്ക് നമ്മുടെ ബാപ്പ നോക്കുന്നുണ്ട്, നമ്മുടെ ഉമ്മ നോക്കുന്നുണ്ട്. അവരെ വിളിക്കുന്നുണ്ട്, പൊന്നുമക്കളാകുന്ന നമ്മളെ, വയാ ഔലാദി വയാ അഖാരിബി, എന്റെ പൊന്നുമക്കളെ, എന്റെ കൂടെ പറപ്പുകളെ, ഹൽ മിൻകും മിൻ അഹദി യദ്കുറുനാ
വയതഫക്കറുനാ. പൊന്നുമക്കളെ, നിങ്ങൾ ഞങ്ങളെ ഓർക്കാറുണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയിലാണ് ആയിരക്കണക്കാന സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുക്കളും ഒരുമിച്ചിരിക്കുന്ന സദസ്. ഇവിടെ ഈ ഉമ്മക്ക് വേണ്ടി വന്ന ദുആ ചെയ്യോ. വനഹ്നു ഫീ ഗുർബത്തിനാ, ഈ ഖബറിന്റെ ഉള്ളിൽ പാമ്പുകളാട്, ഇവിടെ തേളുകളാ, ഇവിടെ സഹിക്കാൻ കഴിയുന്നില്ല മക്കളെ, ഇവിടെ തീയാ. അതുകൊണ്ട് ഉമ്മാന്റെ ഖബറിന്റെ തീ മാറാ, ഉമ്മാന്റെ ഖബറിന്റെ വിഷമം മാറാ, ഉമ്മാന്റെ ഖബറിന്റെ ബുദ്ധിമുട്ട് മാറാ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ സഹായം ചെയ്യുവോ? എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, നിങ്ങളെ കെട്ടിക്കാൻ സമയമായപ്പോ 20, 30, 40 പവന്റെ പണ്ടത്തിന് വേണ്ടി നിവർത്തിയില്ലാതെ ഓടി നടന്ന ബാപ്പയെ മറന്നുപോയോ? നിവർത്തിയില്ലാതെ വീടിന്റെ ഉള്ളില് പൊട്ടിക്കരഞ്ഞു പോയ ഉമ്മാനെ മറന്നുപോയോ? ഇന്നവര് എത്രയോ പവന്റെ പണ്ടമിട്ട് നിങ്ങളെ കെട്ടിച്ചുവല്ലോ. ഇന്നാ ബാപ്പ ഖബറിന്റെ ഉള്ളിലാണ്, ഇന്നാ ഉമ്മ ഖബറിന്റെ ഉള്ളിലാണ്. സ്നേഹമുണ്ടോ നിങ്ങൾക്ക്? സ്നേഹമുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയിൽ ഉസ്താദേ 10, 12 മോതിരം എനിക്ക് എന്റെ ഉമ്മ തന്നിട്ടുണ്ട്. ഒരെണ്ണം എന്റെ ഉമ്മയുടെ ഖബറിന് വേണ്ടിയിട്ട്, എന്റെ ബാപ്പയുടെ ഖബറിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പോവുകയാ എന്ന് മനസ്സുരുത്തി ഇവിടെ വെച്ചുകൊണ്ട് കൊടുത്തു വിട്ടാൽ നാളെ നമ്മുടെ മക്കളും നമുക്ക് വേണ്ടി ചെയ്യും. ഇല്ലെങ്കിലോ നമ്മൾ മരിച്ച് ഖബറിൽ കിടന്നാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്യൂല. പടച്ചറബേ, അതുകൊണ്ട് മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന മക്കളിൽ നമ്മളെ ഉൾപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് നാളത്തേക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുക്കുമ്പോൾ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവുക. നാളത്തേക്ക് വേണ്ടി എന്ത് മാറ്റിവെച്ചെന്ന് ചോദിച്ചാലോ, അള്ളാഹുവിലേക്ക് അടുപ്പങ്ങൾ ഉണ്ടാക്കി നമ്മൾ സൂക്ഷിച്ചു വെക്കണം. പാവങ്ങളെ സഹായിക്കണം, അവരുടെ കണ്ണുനീരൊപ്പണം. പിന്നെയോ നാളത്തേക്ക് വേണ്ടി ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തം സമ്പാദിക്കണം. ഈ സദസ്സിൽ നമുക്കിത് പറ്റും. ഒരു മകൻ ഉമ്മാനെ കുറ്റം പറഞ്ഞ മകനാ, ബാപ്പയെ കുറ്റം പറഞ്ഞ മകനാ. പക്ഷെ അവരുടെ പൊരുത്തം ചോദിക്കുന്നതിന് മുമ്പ് ഈ ഉമ്മയും ബാപ്പയും മരിച്ചുപോയി. എന്നാൽ ഇനി എങ്ങനെ പൊരുത്തം ചോദിക്കാം? ആ മക്കൾ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ, ആ മക്കൾ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ കുത്തിബ മിനൽ ബാരി. അൽഹംദുലില്ലാഹ്, ആ മക്കളെ അല്ലാഹു നന്മ ചെയ്ത മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല എഴുതപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കൊന്ന് പറയും ഇൻഷാ അല്ലാഹ്. ഇപ്പം നിർത്തും ഇൻഷാ അല്ലാഹ്, ഒരു 10 മിനിറ്റ് കൂടെ. നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു മടിയും വിചാരിക്കാതെ, ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, കഴിയുന്നവരൊക്കെ ഒരു 6666 സ്വന്തം ഉമ്മക്ക് വേണ്ടി, പെറ്റി വളർത്തിയ ഉമ്മക്ക് വേണ്ടി, നമ്മളെ ഒരു നേരം താരാട്ട് പാട്ടുപാടി ഉറക്കിയ ആ ഉമ്മക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഉമ്മ നമുക്ക് വേണ്ടി എത്ര വിഷമങ്ങൾ സഹിച്ചു, അതിന് വേണ്ടി ഈ സദസ്സിൽ ഉമ്മക്ക് വേണ്ടി ബാപ്പക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞു കൊടുക്കുന്ന മക്കളുണ്ടെങ്കിൽ പടച്ച റബ്ബേ, നാളെ അവര് മരിച്ചാൽ അവരുടെ മക്കളും അവർക്ക് വേണ്ടി കൊടുക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മുടെ പെൺകുട്ടികളൊക്കെ അവിടെ ഉണ്ട്. ഒരെണ്ണം അല്ലെങ്കിൽ പോട്ടെ, ഒരു 6666 ഒന്ന് വാഗ്ദാനം ചെയ്യും ഇൻഷാ അല്ലാഹ് വിജയിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തം നാളത്തേക്ക് വേണ്ടി. അവസാനമായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇനി നാളത്തെ ഒരു വീടുണ്ട്, ആ ഒരു വീടിനെ കുറിച്ചും കൂടെ ഓർത്തുപോയാൽ നിനക്ക് ഇഖ്ലാസ് നിന്റെ ജീവിതത്തിലേക്ക് കൂടി വരും. നിന്റെ നിസ്കാരത്തിന് മാറ്റമുണ്ടാകും, നിന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകും, നിന്റെ എല്ലാ കാര്യങ്ങൾക്കും സന്തോഷകരമായിട്ട് മുന്നോട്ട് കടന്നു വരാൻ പറ്റുമെന്നാണ്. സുബ്ഹാന റബ്ബി, നമ്മളെ കൊണ്ട് പറ്റണം. ഈ സദസ്സ് പിരിയുമ്പോൾ നമ്മൾ ഖബറിനെ കുറിച്ച് പറഞ്ഞ നമ്മൾ അവസാനിപ്പിക്കുക. നമ്മുടെ നാളത്തെ വീട് ഖബറ. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഉറക്കൊന്ന് പറയാം, അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഖബർ പരാജയപ്പെട്ട എല്ലാം പെട്ടു അല്ലേ? ആദ്യം പറഞ്ഞു അള്ളാഹുമായിട്ടുള്ള ബന്ധം വേണം, സാധുക്കളെ സഹായിക്കണം. അള്ളാന്റെ ഹബീബിന്റെ വാക്കുകളാണ്, സാധുക്കളെ സഹായിക്കണം, ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തം വേണം, ഇനി ഖബറിനെ കുറിച്ചുള്ള ചിന്തയും വേണം. എത്ര പോയിന്റ് വളരെ കറക്റ്റ് ആയിട്ട് പുണ്യനബി അവസാനം പറഞ്ഞ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഖബർ വിശാലമാണ്, ഖബർ സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാണ്. അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുന്ന മക്കളുണ്ടോ? പൂങ്കാവനമാണ്. അതുകൊണ്ട് ഈ ലോകത്തുനിന്ന് പിരിയുമ്പോ, അല്ലെങ്കിൽ ഈ സദസ്സ് പിരിയുമ്പോ, റബ്ബേ ഇന്ന് ഇവിടെ നിന്ന് പിരിയുന്ന സമയത്ത് ഖബറിനെ കുറിച്ചൊരു ഓർമ്മ. അല്ലാഹു 6 അടി മണ്ണ് നമുക്ക് ലഭിക്കുന്ന മണ്ണ് അല്ലാഹുവേ സ്വർഗ്ഗത്തിന്റെ സന്തോഷമുള്ള വീടാക്കി നമുക്ക് നൽകണേ റഹ്മാനെ. ഉറക്കുന്നു മനസ്സറിഞ്ഞ് എല്ലാവരും ഒന്ന് പറഞ്ഞ്, പടച്ചോനെ സ്വർഗ്ഗത്തിന്റെ വീടാക്കി നമുക്ക് തരണേ റഹ്മാനെ. ഇന്ന് ഒരു ഓർമ്മയില്ലല്ലോ ഖബറിനെ കുറിച്ച് അല്ലേ?
നാളെ കിടക്കുന്ന വീട് അല്ലാ ഖബറെന്ന മണ്ണറക്കൂട് കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട് നാളെ കിടക്കുന്ന വീട് അല്ലാ ഖബറെന്ന മണ്ണറക്കൂട് കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട് നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര ആരാരും ഇല്ലാത്ത വീട് അല്ലാ ഖബറെന്ന മണ്ണറക്കൂട് കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട് നാളത്തെ വീടാകുന്ന വീടിന്റെ ഉള്ളിൽ ഒന്ന് സ്വതക്ക ചെയ്താൽ രക്ഷപ്പെടാമെന്നാണ്, സ്വതക്ക ചെയ്താൽ രക്ഷപ്പെടാമെന്നാണല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസും അതാണ്. ഇദാ മാതൽ അബ്ദുൽ മുസ്ലിം, ഒരു മുസ്ലിമായ ഒരു അടിമ ഈ ലോകത്തൊന്ന് പിരിഞ്ഞു പോയാൽ ഇൻഖതഅ മിൻഹു ഇല്ലാ മിൻ തലാത്ത്, മൂന്ന് കാര്യങ്ങൾ അവനിൽ നിന്ന് പിരിഞ്ഞു പോകൂല. ബാപ്പ പിരിയും, മക്കള് പിരിയും, സഹോദരങ്ങൾ പിരിയും, പക്ഷേ പിരിഞ്ഞു പോകാത്ത കാര്യമേതാണ്? സ്വതക്കത്തുൻ ജാരിയ, അത് ജാരിയായ സ്വതക്കയാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ വേദിയിൽ കൊടുക്കുന്ന സദഖയാണ്. പിന്നെയോ വഇൽമു യന്തഫിഉ ബിഹി, ഇൽമാണ് ഉപകാരപ്രദമായിട്ടുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കേട്ടു, ഒരു ഇൽമ് കേട്ടു, അത് നമ്മൾ പഠിച്ചു, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. ആ ഇൽമ് നാളെ ഖബറിൽ നമുക്ക് രക്ഷയാ. അല്ലാഹു നമ്മൾ അങ്ങനെ എത്തിക്കട്ടെ, അല്ലാഹു നമ്മൾ അങ്ങനെ എത്തിക്കട്ടെ. അതുകൊണ്ട് സൂക്ഷിക്കണം. എന്നിട്ട് അവസാനം പറഞ്ഞതോ വലദുൻ സ്വാലിഹുൻ യദഊലാ, മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, നമുക്ക് വേണ്ടിയിട്ട് മനസ്സ് പൊട്ടി കരയുന്ന മക്കൾ, മക്കളെന്നല്ല വലദുൻ യദഊല, ദുആ ചെയ്യുന്ന മക്കളെന്നല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. വലദുൻ സ്വാലിഹുൻ, സ്വാലിഹായ മക്കൾ, നല്ല ഭക്ഷണം കൊടുത്ത് വളർത്തിയ മക്കൾ, നല്ല അനുസരണ കൊടുത്ത് പഠിപ്പിച്ച മക്കൾ, നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ച മക്കൾ. ഇങ്ങനെ ഉള്ള മക്കൾ നിസ്കരിക്കുമ്പോ ഈ മക്കളാണ് മരിച്ച ബാപ്പയ്ക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നത്, ഈ മക്കളാണ് മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഓർക്കണം. മുബൈദേ, നിന്റെ സ്വതക്ക നീ കൊടുക്കണം. പാവപ്പെട്ടവനാ, നീ കൊടുക്കണം നിന്റെ സ്വതക്ക. റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തം പേടിക്കണം കേട്ടോ. ബാപ്പയുടെ ഉമ്മയുടെ പൊരുത്തം പേടിക്കണം. 6 അടി മണ്ണിനെ കുറിച്ച് ഓർക്കണം. ഇതൊക്കെ നിനക്ക് നാളെ വരാൻ പോകുന്ന ദിവസങ്ങളെ കുറിച്ചുള്ള ചർച്ചയാ എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തിന്റെ മണവാളൽ പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ പോകുന്ന വേദിയാണ്. അല്ലാഹുവേ, നല്ല മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെ നിന്നെ കുറിച്ച് ഓർക്കാനും നിന്നെ കുറിച്ച് ചിന്തിക്കാനും യാ അല്ലാ അതിനുള്ള അവസരം തരണേ റബ്ബേ, അതിനുള്ള അവസരം തരണേ റബ്ബേ. അല്ലാഹുവേ, 6 അടി മണ്ണ് നമുക്ക് തരുമ്പോ വിശാലത ഉള്ള വീടാക്കി നമുക്ക് തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ സദസ്സ് ഇവിടെ നിന്ന് പിരിയാൻ പോവുകയാ. നാളത്തെ വീട്ടിന് വേണ്ടിയിട്ട്, നാളത്തെ ഒരു സമ്പാദ്യമായി നിന്റെ ഖജനാവിലേക്ക് ഇൻഷാ അല്ലാ ഈ സദസ്സിലിരിക്കുന്ന എന്റെ ഏതെങ്കിലും ഉപ്പമാര്, ചെറുപ്പക്കാര് മനസ്സറിഞ്ഞുകൊണ്ട് 6666 രൂപ റബ്ബേ നിന്റെ ഖജനാവിലേക്ക് മാറ്റിവെക്കാൻ ഈ സെക്കൻഡിൽ ഒരുങ്ങിപ്പോയാ അവർക്ക് നിന്റെ സ്വർഗീയ ലോകം കൊടുക്കണേ അല്ലാ. ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, അറ്റാക്ക് വെക്കല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ കൊടുക്കുക. ഒരു ക്യാൻസർ വന്നു പോയാ കഴിഞ്ഞില്ലേ നമ്മുടെ കഥ.
എത്രയോ നമ്മുടെ പാവപ്പെട്ട ആളുകൾ അൽഹംദുലില്ലാ ഒരു പവടന്ന് കൈവക്കിയിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പടച്ച റബ്ബേ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു ഇവിടെ വെച്ചുകൊണ്ട് ഹദിയ ചെയ്യുന്നവര് മക്കൾക്ക് ക്യാൻസർ കൊടുത്തിട്ടോ, ഭാര്യയ്ക്ക് ക്യാൻസർ കൊടുത്തിട്ടോ, മറ്റുള്ളവർക്ക് ക്യാൻസർ കൊടുത്തിട്ടോ അവരെ പരീക്ഷിക്കല്ലേ അല്ലാ. യാ അല്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ. ഇവിടെ വെച്ചുകൊണ്ട് ഓഫർ ചെയ്യുന്നത് ഒരാളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല റബ്ബേ. പടച്ച അല്ലാഹ് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നല്ല നീയത്തോടെ, നല്ല മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ അല്ലാഹുവേ എഴുന്നേറ്റ് നിൽക്കുന്നവരാരാണോ അവർക്ക് നിന്റെ അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാ. ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതിന് പകരം പടച്ച റബ്ബേ നാളെ നിന്റെ കോടതിയാകുന്ന മഹ്ശറയിൽ പിടിച്ചു നിർത്തിയിട്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ബിഹഖി റസൂലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ റഹീമായ അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, ഈ രണ്ട് കമ്മൽ ഇവിടെ കൊടുത്തുവിട്ട ഉമ്മയാരാണോ അത് സ്വന്തം ഉമ്മയുടെ പേർക്ക് ദുആ ചെയ്യാനാണ്. നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. ബിഹഖി റസൂലില്ലാഹ്. ഖദീജ എന്ന സഹോദരി ഉമ്മാന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട്, വാപ്പാന്റെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് 6666 അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ ഇൻഷാ അല്ലാഹ് ഉള്ളതുപോലെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ്. അവിടെ ആളില്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് പറ, ധൈര്യമായിട്ട് പറ. ഒരു 6666 ഇൻഷാ അല്ലാഹ്. കഴിയുന്നവരൊക്കെ പറയും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ ഏതായാലും ഇപ്പം നാളെ ഉണ്ട്, അപ്പോൾ ദിവസം കൊടുക്കാന്ന് കുഴപ്പമില്ല കേട്ടോ, എനിക്ക് അങ്ങനൊന്നുമില്ല. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഖദീജ എന്ന് പറയുന്ന സഹോദരിയെ അല്ലാഹു ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹയോടൊപ്പം സ്വർഗീയ ലോകത്ത് നീ കടത്തണേ പടച്ചോനെ. റക്കൊന്ന് പറയും, സ്വർഗീയ ലോകത്ത് നീ കടത്തണേ പടച്ചോനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സ് നിന്റെ റഹ്മത്തിന്റെ മാലാകമാരുള്ള സദസ്സാണ്. നീ ഖബൂലാക്ക് അല്ലാ, ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ബിഹഖി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഇരിക്കുന്ന എല്ലാ ആണുങ്ങളും എഴുന്നേറ്റ്, ആണുങ്ങൾ മാത്രം ഒന്ന് എഴുന്നേറ്റ്, ആണുങ്ങളൊക്കെ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്ന് അടുത്തോട്ട് ഇന്ന് എല്ലാവരും സ്റ്റേജിന്റെ മുമ്പിലേക്ക്. മുസാവത്ത് ചെയ്യാനല്ല, അങ്ങനെ നിങ്ങൾ പേടിക്കണം. അടുത്തോട്ട് വരി, ആ കസേരയൊക്കെ അവിടെ ഇരുന്നോട്ടെ. എല്ലാവരും അടുത്തോട്ട്. നമ്മുടെ മൈക്കാരെ ഉയർന്നുകളെല്ലാം ഉണ്ടാക്കേണ്ട അവർ കൊല്ലത്തിൽ വരി. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചവരുടെ പേരിൽ ദുആ ചെയ്യാൻ ഭർത്താൻ ഉപ്പാക്ക് വേണ്ടി 500 രൂപ അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു തആല സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആനന്ദം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ മകനും കുട്ടികൾക്കും ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ഒരു പിന്നെ അള്ളാഹു തആല ഖൈറായി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ 2ൽ പഠിക്കുന്ന പേര് കുട്ടിക്ക് ഇടയ്ക്കിടെ പനി വരുന്നുണ്ട്, ഷിഫയാകാൻ വേണ്ടി അല്ലാഹു തആല അസുഖത്തിന് മാറ്റി കൊടുക്കുമാറാകട്ടെ. ഉറക്കൊന്ന് പറ, നിങ്ങളുടെ ആമീനുണ്ട് ഇങ്ങോട്ട് വിളിച്ച് ഒന്ന് ഉറക്കെ കേൾക്കാൻ. അല്ലാഹു അസുഖത്തെ മാറ്റി കൊടുക്കുമാറാകട്ടെ. മരിച്ചുപോയ ബാപ്പക്കും വല്യമ്മക്കും വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ 5000 രൂപ അല്ലാഹു തആല മരിച്ചവരുടെ ഖബറിടങ്ങൾ അല്ലാഹു തആല വിശാലമായി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്തഫ പറഞ്ഞു അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് കടത്തട്ടെ. കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 10000 രൂപ സംഭാവന അല്ലാഹു തആല ഇവിടെ കൊടുത്തതിന്റെ ബറക്കത്തുണ്ട്. അല്ലാഹു തആല കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. ഉറക്ക പറയപ്പമാർ അല്ലാഹു തആല കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. ഇവിടെ ഈ ഉറക്ക ആമീൻ പറയുന്നവർക്കും കൂടെ അല്ലാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ SSC പഠിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ ഒരു കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അല്ലാഹു അസുഖത്തേക്ക് മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു വിഷമങ്ങൾ മാറ്റി കൊടുക്കുമാറാകട്ടെ. ഭർത്താവിൻ്റെ അസുഖം മാറാനും നല്ല ബുദ്ധി തോന്നാനും ഒരു സഹോദരി 500 അല്ലാഹു തആല ഈ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സ് ഇവിടെ വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോവാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ എൻ്റെ ഉമ്മമാർ വരുമ്പോൾ ഓരോ സ്വർണത്തിൻ്റെ തരിയെ നിങ്ങൾ അത് ഇൻഷാ അല്ലാഹ് നാളത്തേക്ക് വേണ്ടി ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാനാണ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.
അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഈ സദസ്സിൽ അവസാനമായിട്ട് ഇനിയില്ല ഒരൊറ്റ ചോദ്യം കൂടെ ഞാൻ എന്തെയുള്ളൂ ചോദിക്കുള്ളൂ. അതൊരു വലിയ സംഖ്യ ഞാൻ ചോദിക്കില്ല. അല്ലാഹു നമ്മളെ അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മകന് ഗൾഫിൽ ജോലിയൊക്കെ ശരി അല്ലാഹു തആല ഖൈർ ബറക്കത്ത് എത്തി കൊടുക്കട്ടെ. അവസാനമായി അല്ലാഹുവിന്റെ ഖജനാവിലേക്ക് ഒരൊറ്റ ചോദ്യം ചോദിച്ചു ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യും. നിങ്ങളെ ഇഷ്ടം പോലെ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാൻ ഒരൊറ്റ സ്വലാത്ത് മദീനയിൽ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് ചോദിക്കും. ഒരു സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനായ അല്ലാഹ്, ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ അല്ലാഹു എന്റെ ഉപ്പമാരുണ്ട്, എന്റെ ചെറുപ്പക്കാരുണ്ട്. യാ അല്ലാഹ്, ഈ പരിശുദ്ധമാക്കപ്പെട്ട പാവങ്ങളെ സഹായിക്കുന്ന ഈ സദസ്സിൽ റബ്ബേ നീ തന്ന ആരോഗ്യം കൊണ്ട് സമ്പാദിക്കുന്ന ഒരു സമ്പാദ്യത്തിൽ അല്ലാഹ് 1111 രൂപ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലാഹുവേ നീ രോഗം തന്നാൽ എല്ലാം ഞാൻ കൊടുത്തു പോകുമല്ലോ പടച്ച റബ്ബേ. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ഹദിയ ചെയ്യുകയാ. എനിക്ക് നീ തന്ന ആരോഗ്യത്തിന് അല്ലാഹുവേ നന്ദിയായി. അല്ലാഹുവേ അങ്ങനെ പറഞ്ഞിട്ട് ഈ സദസ്സിൽ എന്റെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഉപ്പമാരുടെ കൂട്ടത്തിൽ ആരാണ് റബ്ബേ കൈ ഉയർത്തുന്നത്? പടച്ച റബ്ബേ, അവർക്ക് നാളെ സ്വർഗീയ ലോകത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബെന്ന് വിളിക്കുമ്പോ കൈ ഉയർത്തി കാണിച്ച് സ്വർഗീയ ലോകത്തിലേക്ക് പോകാ അവസരം കൊടുക്കണേ അല്ലാ. നിറഞ്ഞ മനസ്സോടെ മടുപ്പില്ലാതെ വെറുപ്പില്ലാതെ ചോദിച്ചാലുടൻ ഞാനുണ്ടെന്ന് പറയാ. ആരാ റബ്ബേ ഈ സദസ്സിൽ കൈ ഉയർത്തുന്ന? നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ ബിഹഖി റസൂലില്ലാ. അതുകൊണ്ട് കൊടുക്കാൻ മനസ്സിലൊന്ന് കൈവയ്ക്ക്. ഒരു 1000 വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുതിക്കൊള്ളേട്ടാ. റാഫി നമ്മുടെ അടുത്ത സുഹൃത്ത്. അല്ലാഹു 2 മക്കളുണ്ട്. എപ്പോഴും വിളിച്ചാലും പറ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മുഹമ്മദ് ഹംദാനും മുഹമ്മദ് അനാനും. അല്ലാഹു ആ മക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ മാത്രം പറഞ്ഞിട്ട് പോ, നിങ്ങളൊന്ന് പറയട്ടാ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു തആല സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്ത് ഒരു ശരി പേപ്പറും പേനയും കൊടുത്തൊരു പെൺകുട്ടികളെ വിടാ ഇൻഷാ അല്ലാഹ്. നമ്മൾ ദുആ ചെയ്യുന്നതിന്റെ ഇടയിലും ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എഴുതുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ച ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാനും ഉപ്പാന്റെ അസുഖം മാറാൻ അല്ലാഹു ഉമ്മാന്റെ ഖബറിടം അല്ലാഹു തആല വിശാലമായി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, നമ്മൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഉള്ള ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പരാജയത്തിൽപ്പെട്ടു പോകും. അള്ളാഹുവിന്റെ പരീക്ഷണം എപ്പോഴാണ് വരുന്നതെന്ന് ഒരാൾക്കും തന്നെ, എനിക്ക് ഷമീർദാരിമിക്കും പറയാൻ പറ്റൂല, നിങ്ങൾക്കും പറയാൻ പറ്റൂല. അള്ളാഹു ഏതായാലും എല്ലാ പരീക്ഷണങ്ങളും തൊട്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടി മരിക്കുന്നവർ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉറക്കെ ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉപ്പാക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ഒരു 6566 അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചവരാണോ എന്നറിയില്ല, അല്ലാഹു മരിച്ചവരാണെങ്കിൽ ഖബറിടം വിശാലമാക്കണേ റബ്ബേ. ഇവിടെ നിൽക്കുന്ന ഒരാളെ നീ പാഴാക്കില്ല അല്ലാഹു. മനസ്സറിഞ്ഞ് ഞങ്ങളെന്ന് ആമീൻ പറയാം ഇൻഷാ അല്ലാഹ്. നാളെ എന്നിട്ട് മനസ്സറിഞ്ഞിട്ട് സഹായം ചെയ്യാം. അല്ലാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കും. ഒരു സ്ത്രീ മകൾക്ക് സ്വാലിഹായ സന്താനം ഉണ്ടാകാൻ വേണ്ടി 1001 അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹായ അംഗവൈകല്യങ്ങളില്ലാത്ത മക്കൾ അല്ലാഹു തആല കൊടുക്കട്ടെ.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا وهادينا ومصطفانا محمد أرحم الراحماയ അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ് കാരുണ്യവാനായ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനേ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ് പടച്ച റബ്ബേ ഇവിടെ ഒരുപാട് യുവാക്കളുണ്ട് റഹ്മാനെ അപകട മരണങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ് അല്ലാഹുവേ നമ്മുടെ ബാപ്പമാരുടെ ഉമ്മമാരുടെ പ്രതീക്ഷകളാണവർ അത് നീ നശിപ്പിച്ചേക്കല്ലേ അല്ലാഹ് അല്ലാഹുവേ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രഭാഷണത്തിന് പോകുമ്പോ അല്ലാഹ് 20ഉം 26ഉം 28ഉം വയസ്സുള്ള ചെറുപ്പക്കാർ ക്യാൻസർ പിടിപെട്ടുകൊണ്ട് കിടക്കുന്ന കിടത്ത കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് റബ്ബേ ഇവിടെ നിൽക്കുന്ന ഒരു സഹോദരനും ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും അങ്ങനത്തെ രോഗം നീ കൊടുക്കല്ലേ അല്ലാഹ് അല്ലാഹ് 2ഉം 3ഉം 6ഉം വയസ്സുള്ള ഞങ്ങളുടെ പൊന്നുമക്കൾ പടച്ച റബ്ബേ ആ പൊന്നുമക്കൾക്ക് ക്യാൻസർ തന്നിട്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ് നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ പടച്ച റബ്ബേ ഞങ്ങളുടെ ദുആ അല്ലാഹുവേ നിന്നിലേക്കാണ് പടച്ച റബ്ബേ നീയാണതിന് ഞങ്ങൾക്ക് ഉത്തരം തരുന്നത് അല്ലാഹ് ഞങ്ങളെ മടക്കല്ലേ അല്ലാഹ് ഇവിടെ നിന്നുകൊണ്ട് മനസ്സ് നിറയെ ഞങ്ങൾ ആമീൻ പറയുമ്പോ നിന്റെ റഹ്മത്തിന്റെ മാലാകമാരുണ്ട് റഹ്മാനെ അവരുടെ ആമീനോടൊപ്പം ഞങ്ങളുടെ ആമീനെ യോജിപ്പിച്ച് ഞങ്ങളുടെ ദുആക്ക് ഉത്തരം തരണേ അല്ലാഹ് പടച്ച റബ്ബേ ഇവിടെ നിൽക്കുന്നവരുടെ മനസ്സിന്റെ ഉള്ളിൽ നൂറ് നീറുന്ന പ്രയാസങ്ങളുണ്ടല്ലോ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടല്ലാഹുവേ വിഷമങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടല്ലാഹുവേ നൊമ്പരങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടല്ലാഹുവേ കരുണക്കടലായ അങ്ങനത്തെ വിഷമമോ ദുഃഖമോ രോഗമോ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹുവേ ഞങ്ങൾക്ക് ഒന്നും അറിയാത്തവരാണ് അല്ലാഹ് നിന്റെ ദീനിനെ കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണേ അല്ലാഹ് പടച്ച റബ്ബേ സ്വർഗ്ഗത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാഹ് ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ മുമ്പിലുണ്ട് അല്ലാഹുവേ ഉമ്മയ്ക്ക് എന്ത് അസുഖമാണോ അസുഖങ്ങൾക്കൊക്കെ ശിഫ കൊടുക്കണേ റഹ്മാനെ അർഹമർ റഹീമായ അല്ലാഹുവേ റഹ്മാനായ അല്ലാഹുവേ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുആയുടെ സമയത്തിന് 2 മോതിരം ഇവിടെ കൊടുത്തു വിട്ടിരിക്കുകയാണ് യാ അല്ലാഹ് ഹലാലായ മുറാദുകൾ മുഴുവനും ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹുവേ വിഷമങ്ങൾ മാറ്റണേ അല്ലാഹ് നൊമ്പരങ്ങൾ മാറ്റണേ റഹ്മാനെ ഈ സ്വർണ്ണങ്ങൾ ഏതൊരു കരങ്ങളിലാണോ കിടന്നത് സ്വർഗീയ സ്വർണ്ണാഭരണങ്ങൾ അണിയാനുള്ള സൗഭാഗ്യം കൊടുക്കണേ അല്ലാഹ് പടച്ച റബ്ബേ ഒരുപാട് ചെറുപ്പക്കാർ എല്ലാ പ്രഭാഷണത്തിന്റെ വേദിയിലും എവിടെയായാലും ഓടി വരുന്ന റാഫിയെ പോലെ എന്റെ പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളും വാഹനം ഓടിച്ച് ക്ഷീണിച്ചിട്ടും ഇവിടെ വന്നിരിപ്പുണ്ട് എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ് കൂലിപ്പണി ചെയ്യുന്നവർക്ക് നല്ല ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ അല്ലാഹ് മക്കളെ പോറ്റാനാണ് അല്ലാഹുവേ നീ അവരെ തളർത്തിക്കളയല്ലേ അല്ലാഹ് വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ